ദൈവത്തിലെ നീ നിൽക്കുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച 10,000 കണ്ണീരൊക്കെ ദൈവം തുടച്ച ദൈവികമായ സ്ഥലത്താണ് നിൽക്കുന്നത്. നീ നിൽക്കുന്നതല്ല, നിന്നെ നിർത്തിയതാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പ്രാർത്ഥി. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുറിവാർന്ന വലത് കരം എന്റെ ശിരസിൽ വെക്കണമേ. അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി എന്റെ ശിരസിലൂടെ ഒഴുകട്ടെ. ശിരസിന്റെ രോഗങ്ങള്, ശിരസിന്റെ സൃഷ്ടികള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശിരസിലെ ക്യാൻസർ, കർത്താവിന്റെ നാമത്തിൽ, കർത്താവിന്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, എന്റെ തൊണ്ടകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുമുറിവാർന്ന അത്ഭുതകർത്താവ് തൊണ്ടകളെ സ്പർശിക്കണമേ. പൊണ്ടുരസസ് രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ടോൺസിലൈറ്റ് രോഗങ്ങള്, തൊണ്ട വീക്കങ്ങള് യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. എന്റെ കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന ആണിപ്പെടുതാണെന്ന ശ്വാസകോശങ്ങളിലെ വെക്കണമേ. അടിപ്പിണതുപോലെ ശക്തി ശ്വാസകോശങ്ങളിലെ പ്രസരിക്കട്ടെ. വലിവ് രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, വാൽവ് രോഗങ്ങള്, ബ്ലോക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗങ്ങള്, രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള് ഈശോയുടെ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ശക്തി എന്റെ ശ്വാസകോശങ്ങളെ യേശുവിന്റെ രക്തത്താൽ കഴുകട്ടെ. മാരക രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടിവയറ്റിലും വയറിലും കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും കർത്താവായ ദൈവമേ, കുടൽ രോഗികള്, അൾസർ രോഗികള്, അർശസ് രോഗികള്, അതുപോലെ തന്നെ നടുവേദനയുള്ളവര്, ഹിപ്പിന് വേദനയുള്ളവര് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഉദരരോഗങ്ങള്, രഹസ്യ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ അടിപ്പിണ പോലെ കഥം പോലെ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങട്ടെ. ദൈവത്തിന്റെ ശക്തിയാൽ മാരകരോഗങ്ങള്, അസ്ഥിരോഗങ്ങള്, കുഴകളുള്ള രോഗങ്ങള്, വാതരോഗങ്ങള്, വിസർപ്പ രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള് നാമത്തിൽ രക്തത്താൽ കഴുകപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ മാരക രോഗങ്ങള് മാറിപ്പോകട്ടെ. സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പം അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയുന്നത് ആഗ്രഹം മാത്രമാണ്. വെറും ആഗ്രഹം, അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളത് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എന്റെ അവകാശം. അപ്പോഴേ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്താ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്ത് ചെയ്യും? ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമാണ് ഉള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെ എന്താ ഉണ്ട് എനിക്കുള്ളത്? ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷണം ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങളെ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ആശ്രയം വച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെറിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം? നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്ഥിര യോഗ്യത,
ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ? സ്ഥിര യോഗ്യതയിൽ അതാണ് മെറിറ്റെന്ന് ബൈബിൾ പറയണത്. ഈ മെറിറ്റിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ, റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെറിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെറിറ്റുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരുടെ മെറിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെറിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ്. ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്, ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരണത്, ഇതിൻ്റെ അകത്ത് മെറിറ്റ് എന്തുമാത്രം കുറയുന്നു. മെറിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞിരിക്കുന്ന കൊണ്ടോ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികളെ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ മെറിറ്റിൽ റിലേ ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെറിറ്റിൽ റിലേ ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല, അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് മാനുഷികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെറിറ്റ് കുറയുന്നു. ശ്രദ്ധിക്കുക, യോഗ്യത, മെറിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെറിറ്റല്ല. ഉടമ്പടിയെ മെറിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെറിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെറിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡാണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ചു വരുന്നു, നിങ്ങൾക്കിതിന് മെറിറ്റില്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെറിറ്റ് കുറഞ്ഞ് 35% മെറിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65% നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെറിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെറിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നടക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്, കൃപയും ശക്തിയും ഒന്നാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ച് സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം
ശക്തിയെക്കുറിച്ചും സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊറിന്ത്യർ വായിച്ചോളൂ 12:9. സ്തുതിക്കട്ടെ 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 ഹല്ലേലൂയ യേശുവേ സ്തോത്രം. 2 കൊരിന്തോസ് 12:9. 2 കൊരിന്ത്യർ 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. ഏറ്റു പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു എന്ന് പറഞ്ഞ്, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ്സാണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോഴേ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8, 2 കൊരിന്ത്യർ 12:9 സെയിമാണ്. വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫേസ്യൻസിൽ പറഞ്ഞത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫേസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊറിന്ത്യൻസ് എന്താ പറയണത്? ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? അപ്പോഴേ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയിലാണ്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ? ലങ്സ് എന്നോട് പറഞ്ഞു 0% ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല. എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ? കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും. പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും. റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു. ബ്രെയിൻ ബ്ലീഡും ഉണ്ട്. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്? പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ എനിക്കൊരു ആത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല. കാരണം 82 ദിവസമാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ ഒരു ബോധമില്ലാതെ കിടന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി. ആരും അറിഞ്ഞില്ല. കാരണം അവർ നമ്മളെ കംപ്ലീറ്റ് ചെക്ക് ചെയ്തിട്ടേ കയറ്റി വിടുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോജോയുടെ അടുത്ത് ചെന്ന് ടോജോയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസാണോ മോശമാണെന്ന് പറഞ്ഞു അവിടെയെല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞു, ഞാനാണ് പേഷ്യൻറ്റിൻ്റെ റിലേറ്റീവ്, നിനക്കല്ല അധികാരം വെന്റിലേറ്റർ ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ ഇരുന്ന് കസേര എടുത്ത് കൺസൾട്ടൻറ്റിനെ അടിക്കാൻ വരെ തുടങ്ങി. ഞാൻ പറഞ്ഞു, കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ അതല്ല അതിലപ്പുറം ചെയ്തു പോകും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു, ഓക്കെ അവൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത, നേഴ്സുമാർ എന്നോട് പറയുകയാണ്, രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജോ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു. 82 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് 75 ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ 72 ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പുള്ളിയുടെ ഇൻഡസ്ട്രിയിലെല്ലാം അവരകത്താക്കി. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് വാക്ക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് ചെയ്ത് അബ്ഡോമൻ അവർ ക്ലോസ് ചെയ്ത് ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി. ഡയാലിസിസ് ഇല്ലാതെ തന്നെ ടോജോ യൂറിൻ പാസ് ചെയ്തു. ബ്രെയിൻ ബ്ലീഡിനുള്ള മെഡിസിൻ കൊടുത്തു, അതും സ്റ്റോപ്പായി.
ഇപ്പോൾ ദേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. 119ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇവിടുത്തെ അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് 5 വർഷമായി നാട്ടിൽ വന്നിട്ട്. അപ്പോൾ ഇപ്രാവശ്യം വരുമ്പോൾ സാക്ഷ്യം പറയണമല്ലോ എന്ന് വിചാരിച്ച് വരാൻ തുടങ്ങിയപ്പോൾ പല തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസന മാതാവിനോട് പറഞ്ഞു, എനിക്ക് പല തടസ്സങ്ങളുമുണ്ട്, എനിക്ക് മുന്നേ പോയി നീ വഴി ഒരുക്കിക്കോണം. എനിക്കറിയാം, ഞാനിപ്പോൾ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ മാതാവിനോട് പറഞ്ഞാൽ മതി, എനിക്കെല്ലാം ശരിയാക്കി തരും. കാരണം ഞങ്ങൾ ഡൽഹി വഴിയാണ് വന്നത്. അപ്പോൾ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമാണ്, നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ മമ്മി ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, കൃപാസന മാതാവ് അതൊക്കെ ശരിയാക്കി തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഡൽഹിയിൽ 2 ദിവസം താമസിച്ചു. ഒരു മഴ പോലും പെയ്തില്ല. തിരിച്ച് പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത ഞങ്ങൾ താമസിച്ച സ്ഥലം വെള്ളം വന്ന് പൊങ്ങിയെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തി. എൻ്റെ മക്കൾക്കും കൃപാസന മാതാവിനെ ഭയങ്കര വിശ്വാസമായി. എക്സാമിന് പോകാൻ തുടങ്ങുന്നതിന് മുന്നേ അവരെന്നോട് പറയും, അമ്മ ഞങ്ങൾക്ക് ആ ലോക്കറ്റ് ഞങ്ങളുടെ നെക്കിലിട്ടതാ, മാതാവ് ഞങ്ങളെ സഹായിക്കുമെന്ന് പറയും. അവർ ലോക്കറ്റ് ഇട്ടുകൊണ്ടേ എക്സാമിന് പോകാറുള്ളൂ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അമ്മ മാതാവിന് 1000 നന്ദിയും സ്തുതിയും. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ശാന്ത, എൻ്റെ ഭർത്താവിൻ്റെ പേര് സുരേന്ദ്രൻ. എൻ്റെ സ്ഥലം തിരുവനന്തപുരം, ഇടവക, ചെവുള്ളൂർ ഇടവക. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് ഈശോ നൽകിയ രോഗസൗഖ്യത്തെ പറ്റി പറയുവാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. 2019 മെയ് 12-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്തു. എൻ്റെ ഭർത്താവിന് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ നിയോഗം ഭർത്താവിന് സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കണമേ എന്ന് ആണ് ഉടമ്പടിയിൽ വച്ചത്. അത് ഈശോയുടെ കൃപയാൽ ഭർത്താവിന് സാമ്പത്തികമായി ഭർത്താവിനെ അനുഗ്രഹിച്ചു. എൻ്റെ ഭർത്താവിന് 15 വർഷം കൊണ്ട് നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ നടുവേദന വരുമ്പോൾ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കും, ഗുളികകൾ കഴിക്കും, വരും. അങ്ങനെ ചില ദിവസം എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഡോക്ടർ പറഞ്ഞു ഒരു എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് എക്സ്റേയിൽ നടു വിട്ടിരിക്കുകയാണ്. മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. യൂറിൻ സർജറി ഡോക്ടറെ കാണിക്കാനാണ് പറഞ്ഞത്. ഈ സമയത്ത് കാലിൽ നീര് വന്ന് പെരുപ്പ് കയറുന്നത് പോലത്തെ ഒരു സംഭവമുണ്ട് കാലിന്. അതുപോലെ തന്നെ യൂറിൻ പോകത്തില്ല. യൂറിൻ പോയി ചെന്ന് നിന്നാൽ കുറേ സമയം, ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞാണ് വരുന്നത്. അത്രയ്ക്ക് ആ അവസ്ഥയായിരുന്നു. അങ്ങനെ വയറ് വേദനയും സ്കാനിങ് ചെയ്തപ്പോൾ മൂത്രസഞ്ചിയിൽ നീരും പഴുപ്പും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഹാർട്ട് സംബന്ധമായിട്ട് വെപ്രാളമൊക്കെ വന്ന് അത് ഹാർട്ടിന് വാൽവേഷ്യം ഉണ്ടായി. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു BP, ഷുഗർ ഇത് രണ്ടും ഹാർട്ടിൽ കയറി വ്യാപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ രോഗങ്ങളും ഒരുമിച്ചായി, തീരെ സുഖമില്ലാതെയായി. അങ്ങനെ ന്യൂറോ സർജറിയെ കാണിച്ചപ്പോൾ ന്യൂറോ സർജറി പറഞ്ഞ് നിങ്ങൾ വേഗം ഒരു MRI സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു. MRI സ്കാനിങ് എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മെഡിസിൻ OPയിൽ കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വിട്ടു. മെഡിക്കൽ OPയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ല് ദ്രവിക്കുന്ന ഒരു രോഗമാണ്, ക്യാൻസറാണ് ഈ രോഗത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു. സഹിക്കാൻ വയ്യാത്ത വേദനയാണ് ഉണ്ടായത്. ഞങ്ങൾ 2 പേരും കൂടെയാണ് പോയത്. ഞങ്ങളുടെ 2 പേരുടെ മുഖത്ത് നോക്കി തന്നെ ഡോക്ടർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റേഡിയോതെറാപ്പിയിൽ OP എടുത്ത് അവിടെയും കാണിക്കണം, ഹെമസ്റ്റോളജി OPയിലും ടോക്കൺ എടുത്ത് അവിടെയും കാണിക്കണമെന്ന് പറഞ്ഞു. 2 കാണിച്ചിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് കുറച്ച് ചെക്കപ്പ് ചെയ്യാനുള്ള കുറേ തുണ്ടുകൾ എഴുതി തന്നു. ഇത് കൊണ്ടുപോയി ഹെമസ്റ്റോളജിയിൽ കാണിക്കാൻ നമ്മൾ പോയി. 2 OP എടുത്തു.
റേഡിയോ തെറാപ്പിയിലൊന്നും OP എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ പോയത്, ഗമസ്റ്റോളജി. അവിടെ കാണിച്ചപ്പോൾ ഡോക്ടർ കാണിക്കാൻ പോയപ്പം എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയായിരുന്നു. ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപം എന്നും എൻ്റെ കഴുത്തിലിട്ട് തന്നെയാണ് ഞാൻ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിൽ പോകുന്നത്. ഞാൻ അവിടെ നിന്ന് വേദനിച്ച് കരഞ്ഞ്, അമ്മ മാതാവേ എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ, എനിക്ക് ഇവിടെ നിന്ന് തന്നെ അപ്പുറത്ത് പോകാനുള്ള കഴിവ് പോലും എനിക്കില്ല, എനിക്ക് ഒരു ബുദ്ധിയും ഇല്ലാത്ത സ്ത്രീയാണ് അമ്മ, എൻ്റെ ഭർത്താവിനൊന്നും വരുത്തല്ലേ. ഞാനിവിടെ പോയാലും എൻ്റെ ഭർത്താവിൻ്റെ കൂടെയാണ് പോകുന്നത്, അല്ലാതെ എനിക്ക് യാത്ര ചെയ്ത് കുറേ ദൂരം ഇന്നടുത്ത് പോയി ഇറങ്ങാൻ പറഞ്ഞാൽ പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വേദനിച്ച് കരഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഡോക്ടർ പേര് വിളിച്ചു. അകത്ത് കയറിയപ്പോൾ മെയിൻ ഡോക്ടറെ അടുത്ത് ഒരു രോഗി ഇരിക്കുന്നു. ഞങ്ങളടുത്ത ഒരു ഡോക്ടറെ അടുത്താണ് കാണിക്കാൻ പോയിരുന്നത്.